സംശയം ആ ഡയലോഗ് അടിച്ചത് ഓൺലൈൻ മീഡിയ കിക്കിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻസ് സസ്പെൻഡ് താൽക്കാലിക തെളിവ് സഹിതം കൂടെ പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്യും പറഞ്ഞു. സായി ഇതാക്കണം നിന്ന് സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ടിരിക്കണേ. അല്ല എനിക്ക് ഞാൻ കാര്യം പറയല്ലോ, തുറന്നു പറയല്ലോ, ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അയാൾ 100% സംശയം. 100% സംശയം. ആ ഡയലോഗ് അടിച്ചത് ഓൺലൈൻ മീഡിയ അല്ല സായി ഫുള്ള് വീഡിയോ ഇട്ടിക്കണേ. ഇന്ന് ഞാൻ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ കിക്ക് പുറത്താക്കി എല്ലാരും പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് തരാം. സസ്പെൻഷനാണ്. ഒരാള് ഡിസ്മിസ് എന്നുള്ള സാധനം കിക്കിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻസ് സസ്പെൻഡ് താൽക്കാലികമായിട്ട് നമുക്ക് കംപ്ലൈന്റ് വന്നാൽ നമ്മൾ അന്വേഷിക്കും. നമുക്ക് കംപ്ലൈന്റ് കിട്ടി, നമ്മൾ അന്വേഷിക്കണം. ആരെതിരെ കംപ്ലൈന്റ് വന്നാലും ഒഴിവാക്കും. ആരെതിരെ വന്നാലും ഒഴിവാക്കും. അയാൾ ഇത് ഇന്നോട് ഈ ദിവസം 1 മുതൽ ഇന്നലെ വരെ ഇയാൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് സംശയമുണ്ട്. അതിനിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? ഒരു മടി ഉണ്ടാവില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് എങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ സവായി പറഞ്ഞു ഓന് സംശയമുണ്ട്, എനിക്കതിന് സംശയമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ വേറൊരാൾ പറയാണ് ഓന് സംശയമുണ്ട് പറഞ്ഞാല് അത് തെളിയിക്കേണ്ട കടമ എന്താണ്? അല്ലല്ല ഇനി തെളിയിക്കേണ്ട അത് പോലീസ് തെളിയിച്ചോട്ടെ. പക്ഷെ എന്തായാലും കുഞ്ഞാനയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞാനെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഓനില്ലേ? എന്താ ഓനില്ല? ഓനെന്താ തെളിവ് കൊടുത്തൂടെ? തെളിവ് കൊടുക്കലോ ഓനല്ലേ? ഓനുണ്ടാക്കലല്ലേ പോലീസുകാര്? കാര്യമില്ല. ഇപ്പൊ ഒരാളൊരു കൊലപാതകം ചെയ്തു, പിന്നെ പബ്ലിക്കിലെ ആൾക്കാരാണല്ലോ ഇത് കടന്നുകൊണ്ട് ഒരാളൊരു കൊലപാതകം ചെയ്തു, പോലീസ് പിടിക്കുന്ന ഒരാളത് സമ്മതിച്ചില്ല. പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാവും തെളിവും സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കാര്യത്തില് ഞാൻ അന്നും ഇന്നും പറയുന്ന ഒറ്റ കാര്യമാണ്, പോലീസ് കേസ് ആവട്ടെ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു പോലീസ് കേസ് വരണം. അത്രേ ഉള്ളൂ. പോലീസ് കേസ് ആവണം. പോലീസ് കേസ് ആയ ഇതിനൊരു തീരുമാനം മനസ്സിലാവും. അത്രേ ഉള്ളൂ. അല്ല ഇത് ബാക്കിയുള്ള നാട്ടുകാർക്കാണ് ക്രിമിനൽ വരും. കാരണം എന്താ പറയുക, പല കേസിനും നമുക്ക് ക്രിമിനൽ വന്നിട്ടുണ്ട്. കണ്ടന്റ് ചെയ്തിട്ടില്ലേ? നിങ്ങളും ചെയ്തിരുന്നു, ഞാനും ചെയ്തിരുന്നു ഇല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം. ഞാൻ പറയാം, ഞാനും ഉണ്ണിമുന്തനും തമ്മിലുള്ള ഇഷ്യൂ, ഉണ്ണിമുന്തന്റെ വേറെ ഇഷ്യൂസ് വരുമ്പോ ഇടയ്ക്ക് ഞാനും ഇട്ട് കൊത്താറില്ലേ? സിദ്ദിഖിന്റെ വിഷയം വന്നപ്പോ നിങ്ങൾ കൊത്തിയില്ലേ? അത്രേ ഉള്ളൂ. അത് നമ്മളെ ഒന്നും വേണ്ട. ഞാൻ ബിഗ് ബോസ് പോയ ഒരാളാ. പിന്നെ എന്റെ ഭാര്യ പുറത്തിട്ടാ വറുത്തത്. എന്താ എന്റെ പെണ്ണുങ്ങൾ എന്നെ പറഞ്ഞത്? കണ്ണാപ്പി വരെ വിളിച്ചോളൂ. കണ്ണാപ്പി ശരിക്കും കണ്ണാപ്പിയാണ്, ഒരു സംശയമല്ല. അത് വിളിച്ചാ പോരല്ലേ? എന്നെ കൊടുക്കത്തോര് കാണണ്ട. ഞാൻ ഇവിടെ അതിനും വലിയ പാർട്ടി പാർട്ടിനെ പിടിച്ചാണ്ടൊന്നും കളിച്ചാൽ നിൽക്കില്ല. അതിനും വലിയ പാർട്ടി സ്വഭാവം ശരിക്കും അറിയില്ല. കൊടകക്കാരോ ആരോ പാർട്ടിക്കാരോ കാര്യമായിട്ടെങ്കിൽ ഞാൻ എന്നെ വിളിച്ചില്ലേ? ഞാൻ എന്നെ വിളിച്ചോ കൊടുക്ക് ജാനാണെങ്കിൽ ചിലപ്പം പോര് പറഞ്ഞിട്ട് എന്നാ പോര്. അല്ല നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ന്യൂസ് ആക്കാനോ ഉണ്ടോ? ന്യൂസ് ആക്കാനോ ഉണ്ടോ ജംഷീർ? ഞാൻ എന്നെ വിളിച്ചത് ജംഷീർ എന്താ ഉണ്ടോ? ഞാനാണ് കമന്റ് ഇട്ടോ അതിനിടയിൽ. ഓനെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് അന്നോട് മനുഷ്യങ്ങൾ എല്ലാരും വരും പറഞ്ഞപ്പോ അതിനുള്ള അതല്ല നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെ സംഭവിച്ചു. കേസ് തരാ പോലീസ്, അത് അതിന്റെ പിന്നാലെ ഉണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. വീഡിയോ കൂടുന്നുണ്ടോ? ഞാനോ?
ആർക്ക് കണ്ടന്റ് അല്ല ഇതോട് കൂടിയാണ്ട് ഈ വിഷയം ഞാൻ നിർത്തിയായിരുന്നു. ഫൈനൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് അത്രല്ലേ കേസായിരുന്നു. കേസായ 100 തൊട്ടു. നൂറെട്ടല്ലോ രണ്ടെട്ടാ മതി. കൂടുതലായി കഴിഞ്ഞാൽ വളരെ എന്നോട് കുറെ ആൾക്കാർ മെസ്സേജ് പറഞ്ഞു എന്ത് വർത്തിക്കല എങ്ങനെ നോക്കുമ്പോ ഞാൻ തന്നെ 5-6 കണ്ടന്റ് ഇട്ടില്ല. തന്നെ വേറെ ചങ്ങായി ഉണ്ട്, ഒന്നും വേണ്ട. ഈ ആശിന്റെ ഒരു തുണക്കാരുണ്ട്, നമ്മളെ പെരീക്കൊക്കെ വരുന്നവനാണ്. ആകെ ഓന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ എത്ര? വെറും 300. എത്ര? 300K അല്ല 300. അതിൽ എൻ്റെ ഫോട്ടോ ഇഞ്ച ഫോട്ടോ വെച്ച് കണ്ടുണ്ട്. ഇപ്പം ഈ പാണ്ടിക്കാട് കുഞ്ഞങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ വെച്ച് കണ്ടിട്ടുണ്ട്. ഓൻ പൊട്ടിക്കണം. ഞാൻ എന്ത് കുഴപ്പം ഞമ്മക്ക് അതന്നെ വേണ്ടത്. ഞമ്മക്ക് നല്ലോ ഇങ്ങോട്ട് ഇപ്പൊ എയറിലല്ല വേണ്ടത്, ബഹിരാകാശത്തല്ല വേണ്ടത്, ചന്ദ്രന്റെ ഉള്ളിലുണ്ടല്ലേ സാധനം. അതിന്റെ ഉള്ളിൽ എത്തിച്ചണം നാക്കാലികളൊക്കെ നറുക്കെടുപ്പ് വിഷയം അല്ല ഈ വാക്കിന്റെ പിന്നീട് നീലക്കുയിലേ